നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് ഒരു മന്ത്രിയുടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. പലതുകൊണ്ടും അത് വളരെ ശ്രദ്ധേയമായിരുന്നു. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ മന്ത്രി PC വിശ്വനാഥ് MLA ആയിരുന്നപ്പോൾ അനുവദിച്ച വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫാണ് നടന്നത്. പക്ഷേ അതിൻ്റെ പ്രത്യേകത ആശുപത്രി നിശബ്ദ മേഖലയാണ്, സ്കൂളുകൾ നിശബ്ദ മേഖലയാണ്. സാധാരണഗതിയിൽ ഇതുവരെയുള്ള മന്ത്രിമാരുടെ മുഴുവൻ ഉദ്ഘാടനത്തിനും രോഗികൾക്ക് പോലും അസൗകര്യം ഉണ്ടാകുന്ന വിധത്തിൽ വലിയ ശബ്ദ സംവിധാനങ്ങൾ ഒരുക്കിയാണ്, വലിയ സ്റ്റേജ് കെട്ടിയാണ് നടത്തിയത്. ഇന്ന് ഇത് രണ്ടുമില്ലാതെ വളരെ ലളിതമായ ചടങ്ങിൽ അതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു. വലിയ കാര്യം. ഇനിയും ഇത്തരം ഉദ്ഘാടനങ്ങൾ ആശുപത്രി വളപ്പിലും ഒക്കെ ഇങ്ങനെ വളരെ ലളിതമായി ശബ്ദശല്യമില്ലാതെ നടത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഈ നല്ല തുടക്കത്തിന് നാട്ടുവട്ടം ടീമിൻ്റെ നല്ല നമസ്കാരം. നമുക്ക് നാട്ടുവട്ടം വാർത്തകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,565 രൂപ, പവന് 1,16,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. മന്ത്രിയുടെ ആദ്യ പരിപാടി ലളിതം കരുതൽ. LDF പങ്കെടുത്തില്ല. കുണ്ടറ മണ്ഡലത്തിൽ മന്ത്രി PC വിശ്വനാഥിൻ്റെ ആദ്യ പരിപാടി കുണ്ടറ താലൂക്ക് ആശുപത്രിക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന വാഹനത്തിൻ്റെ ഫ്ലാഗ് ഓഫ് ആയിരുന്നു. സൗണ്ട് സിസ്റ്റമോ സ്റ്റേജോ ഇല്ലാതെ ആദ്യമായാണ് താലൂക്ക് ആശുപത്രിയിൽ ഒരു മന്ത്രിയുടെ പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ തവണ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച വാഹനമാണ് നിരത്തിലിറക്കിയത്. ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് താലൂക്ക് ആശുപത്രി. CPM ബ്ലോക്ക് പ്രസിഡൻറ്റും CPM പേരയം പഞ്ചായത്ത് പ്രസിഡൻറ്റും ചടങ്ങിൽ പങ്കെടുത്തില്ല. കുണ്ടറ പഞ്ചായത്ത് പ്രസിഡന്റ് G വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം വത്സല സതീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനിൽകുമാർ, KK പ്രസന്നകുമാർ, ജോൺ ഡാനിയൽ, ശ്രീകുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബാബുരാജ് എന്നിവർ സംസാരിച്ചു. ആശുപത്രിയിലെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനം അത്യാവശ്യമാണെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് സൂപ്രണ്ട് HMCയും എല്ലാം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച വാഹനം ഇന്നാണ് നമുക്ക് ആശുപത്രിക്ക് കൈമാറി. MLA ഫണ്ടിൽ നിന്നാണ് ഈ തുക വിനിയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ കാരണം ഈ മഴക്കാലം വരികയാണ്. ആശുപത്രിക്ക് അത്തരത്തിലുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അപ്പൊ ആ സാഹചര്യത്തിലാണ് വേഗത്തിൽ തന്നെ ലളിതമായ ഒരു ചടങ്ങിൽ ഇന്ന് നിർവഹിച്ചത്. ആശുപത്രിയിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിപുലമായൊരു യോഗം അതിന്റെ ബന്ധപ്പെട്ടവരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി, പഞ്ചായത്ത് ഭരണസമിതി, HMC, ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൂടെ ചേർത്ത് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ അവിടെ ഡയാലിസിസ് യൂണിറ്റ് ഞാൻ ആദ്യം MLA ആയ വർഷം ആ സമയത്ത് തന്നെ ഗവൺമെന്റ് ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്നുമുള്ള ഡയാലിസിസ് യൂണിറ്റുകൾ അവിടെ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ 18 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. അവിടെ പോയപ്പോൾ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഈ ഡയാലിസിസിന് വരുന്ന രോഗികൾ വളരെ ശാരീരികമായി ദുർബലാവസ്ഥയിലുള്ളവരാണല്ലോ. അപ്പൊ നടന്ന് കുറച്ച് ദൂരം പോയി വേണം അവിടെ എത്താൻ. അപ്പൊ അവിടെ ഒരു ചെറിയ ഒരു ലിഫ്റ്റിന്റെ ആവശ്യം അവര് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഒരു ലിഫ്റ്റ് സ്ഥാപിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. വായനാ കളരിയും ഡാൻസ് വർക്ക്ഷോപ്പ് നടന്നു.
പഴങ്ങാല PKP കവല ദേശബന്ധു റീഡിംഗ് റൂമിൻ്റെ ആഭിമുഖ്യത്തിൽ വായനാക്കളരിയും പുസ്തക പുനഃപ്രകാശനവും ഡാൻസ് ബേസിക് വർക്ക്ഷോപ്പും നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് കുഴിമതിക്കാടിൻ്റെ ഒറ്റയ്ക്ക് നനഞ്ഞ പൂവ് എന്ന കവിതാ സമാഹാരത്തിൻ്റെ പുനർപ്രകാശനം നടന്നു. R. തുളസി പുസ്തകം ഏറ്റുവാങ്ങി. ഗ്രന്ഥശാല പ്രസിഡന്റ് B. ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. മലയാളം ഐക്യവേദി ജില്ലാ സെക്രട്ടറി പ്ലാക്കാട് ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല സെക്രട്ടറി TJ കലാവിമൽ, വാർഡംഗം A. കവിതകുമാരി, വായനശാല ജോയിന്റ് സെക്രട്ടറി പ്രസാദ് M. ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. എത്ര പൂജ്യം വെച്ച് വീട്ടിൽ കണക്കൂട്ടിയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ വലയ്ക്കുന്നുണ്ട്. അല്ല, നിങ്ങളിപ്പം ഞാനും നമ്മളോട് ഒരൊറ്റ മത്സരം തോറ്റ് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെന്ത് വരും, ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കോടി രൂപ ഞാൻ തരും. സമ്മതിച്ചോ? ഇങ്ങനെ പോലെ സമ്മതിച്ചോ? ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെല്ലാം പേരറിയാൻ വളരെ സന്തോഷം. പുതിയ പേരുകളല്ലേ. ഞങ്ങളുടെ ഗോപാലൻ, ശങ്കരൻ, മാത്യു, വർഗീസ്, പിന്നെ മുഹമ്മദ് കോയ, മമ്മൂട്ടി എന്നൊക്കെയാണ് ഞങ്ങളുടെ പേര്. നിങ്ങളുടെ പേര് നല്ല രസമുള്ള പേരുകളൊക്കെ, പുതിയ നമ്മൾ കേൾക്കുന്ന ന്യൂജൻ പേരുകളൊക്കെ ഉണ്ട് ഇല്ലേ? അങ്ങനെ നിങ്ങളുടെ പേരൊക്കെ എനിക്കറിയാൻ എന്തുകൊണ്ട് ആഗ്രഹമുണ്ട് ഇല്ലേ? നിങ്ങൾ പറയുമോ? അങ്ങനെ ഞാൻ പറയുന്നത് ചുമ്മാ പറഞ്ഞാൽ പോലെ എൻ്റെ പേര് അങ്ങനെ പറഞ്ഞാൽ പോലെ കേൾക്കത്തക്ക തരത്തിൽ പറയണേ. എങ്ങനെ പറയുന്നറിയോ? This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ടറ മേഖല ബാലോത്സവം കേരളപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹെഡ്മാസ്റ്റർ ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ശശികുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജശേഖരൻ, കലാധരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു, KR ലാലു, ആൽഫ്രഡ്, ഷാജി, സുനിത്, ജോൺസൺ A. അസീസി, B. ശ്രീകുമാർ, ഇന്ദു, സുമ രാജേന്ദ്രൻ, രഞ്ജിനി, B. വസന്തകുമാർ, മേഖലാ സെക്രട്ടറി PM യേശുദാസൻ, മേഖലാ പ്രസിഡന്റ് K. ശ്രീധരൻ എന്നിവർ നേതൃത്വം നൽകി. ബാലവേദി ജില്ലാ കൺവീനർ B. കുഞ്ഞുമോൻ, മധു പരവൂർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. വൈകിട്ട് 4-ന് കൂട്ടപ്പാട്ടോടെ ബാലവേദി സംഗമം അവസാനിച്ചു. പൊതു ശൗചാലയം മന്ത്രിക്ക് നിവേദനം നൽകി. മുക്കടയിൽ പൊതു ശൗചാലയം വേണം എന്ന ആവശ്യവുമായി സോഷ്യൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കുണ്ടറ മണ്ഡലം കമ്മിറ്റി മന്ത്രി PC വിഷ്ണുനാഥിന് നിവേദനം നൽകി. തിരക്കുള്ള മുക്കടയിലും ആശുപത്രി മുക്കിലും ശൗചാലയം വേണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ 13 വർഷത്തിലേറെയായി കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ നെടുമ്പായിക്കുളം ജംഗ്ഷനിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള പദ്ധതി വേണമെന്നും നിവേദനത്തിലുണ്ട്. കുണ്ടറ മണ്ഡലം പ്രസിഡന്റ് ജിജു മോൻ മത്തായി, വൈസ് പ്രസിഡന്റ് വൈ ഫിലിപ്പ്, ജില്ലാ ഭാരവാഹികളായ സുഹർബാൻ റാവുത്തർ, സൂസൻ വർഗീസ് എന്നിവർ ചേർന്നാണ് നിവേദനം നൽകിയത്. വാർഷിക പൊതുയോഗം നടന്നു.
കുണ്ടറ പള്ളിമുക്ക് YMA ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വാർഷിക പൊതുയോഗം നടന്നു. പ്രസിഡന്റ് ആലീസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് N മുരളീധരൻ പിള്ള സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി G തോമസ് പണിക്കർ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു. I തോമസ്, ഫാദർ ഗീവർഗീസ് തരകൻ, തോമസ് കോശി, ഗീവർഗീസ് പണിക്കർ, Y ബിജു എന്നിവർ സംസാരിച്ചു. കുണ്ടറ പള്ളിമുക്ക് മേൽപ്പാലം ഉടൻ യാഥാർത്ഥ്യമാക്കുക, ഹൈവേ വികസനത്തിൽ YMA കെട്ടിടം ഏറ്റെടുക്കുകയാണെങ്കിൽ പുതിയ കെട്ടിടവും സ്ഥലവും നഷ്ടപരിഹാരവും നൽകുക തുടങ്ങിയ പ്രമേയങ്ങളും വാർഷികം അംഗീകരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. വായനാക്കളരി സമാപിച്ചു. കേരളപുരം മംഗളോദയം ഗ്രന്ഥശാലയിൽ നടന്നുവരുന്ന വായനാക്കളരി സമാപിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് J വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി N പ്രഭാകരൻ പിള്ള സ്വാഗതം പറഞ്ഞു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കയ്യെഴുത്ത് മാസിക പ്രകാശനം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ മുൻ എക്സിക്യൂട്ടീവ് അംഗം L പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് രാജപ്പൻ കേരളപുരം, താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം B ഓമനക്കുട്ടൻ, റെജീന സജീവ്, ആതിര PH എന്നിവർ സംസാരിച്ചു. ശിശിര MS നന്ദി പറഞ്ഞു. വ്യാപാരി വ്യവസായി സമ്മേളനം മൺട്രോത്തുരുത്ത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൺട്രോത്തുരുത്ത് യൂണിറ്റ് സമ്മേളനം ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് SKB ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആന്റണി പാസ്റ്റർ, വയലിൽ മോഹനൻ, കന്നിമേൽ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി SKB ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ്, കുണ്ടറ വയലിൽ മോഹനൻ ജനറൽ സെക്രട്ടറി, കന്നിമേൽ അനിൽകുമാർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. മതമില്ലാത്ത ജീവൻ അവാർഡിന് അപേക്ഷിക്കാം. 2026 SSLC പരീക്ഷയിൽ സ്കൂൾ രേഖകൾ ജാതിയും മതവും ചേർക്കാതെ പഠിച്ചു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കേരള യുക്തിവാദി സംഘം സംസ്ഥാന കമ്മിറ്റി നൽകി വരുന്ന മതമില്ലാത്ത ജീവൻ വിദ്യാഭ്യാസ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെയും മാർക്ക് ലിസ്റ്റിൻ്റെയും കോപ്പി, വിദ്യാർത്ഥിയുടെ ഫോട്ടോ, മുഴുവൻ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ സഹിതം 2026 ജൂൺ 10 മുമ്പായി 94 47 92 59 82 എന്ന നമ്പറിലോ 94 47 05 15 45 എന്ന നമ്പറിലോ വിവരങ്ങൾ വാട്സാപ്പ് ചെയ്യണം. തപാലിൽ അയക്കുന്നവർ മതമില്ലാത്ത ജീവൻ അവാർഡ് 2026 പവനൻ സെൻറ്റർ, എൽത്തുരുത്ത്, PO 680 611 തൃശ്ശൂർ എന്ന വിലാസത്തിൽ അയയ്ക്കുക. ലേലം ചെയ്യുന്നു. പേരയം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ട്, ആയുർവേദ ഹോമിയോ ആശുപത്രി കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ നിൽക്കുന്ന തേക്ക് മരങ്ങൾ 29-ന് 11 മണിക്ക് പരസ്യമായി ലേലം ചെയ്യുന്നു. വിശദ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടണം. നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിൻ്റെ ബാനറിൽ പുറത്തിറങ്ങിയിട്ടുള്ള 29 ഹ്രസ്വചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രങ്ങൾ നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.